സുഹൃതേരെ ഭക്ഷണ വിശ്വാസികളെ, കരയിൽ നീട്ടിയ കടലാമേനെ കടലിൽ കൊണ്ട് കളയാൻ പോകണമെന്ന് വിചാരിച്ച അല്ല, അതവന്റെ കുടലിലോട്ടാണ് പോകാൻ പോണ. അതെന്താടാ സോവിയറ്റ് യൂണിയൻ കണ്ടുപിടിച്ച ന്യൂക്ലിയർ ബോംബാ. കരിഞ്ഞ കളിയൊക്കെങ്കിലും ആമേനെ കിട്ടി ഞാൻ തിന്നും. അമ്മ ഭയങ്കര ടേസ്റ്റാണ്. ആമത്തോടല്ല, അതിന്റെ അകത്തൊരു മാംസവും ഇല്ല. ഈ നാട്ടില് പണത്തിനും പരം പല്ലിയാണ് ഉപയോഗിക്കണം. ഉണങ്ങിയ പല്ലിയെ പേഴ്സിൽ അടുക്കി വെച്ചേക്കും. നീളം കൂടിയ പല്ലിക്ക് മൂല്യം കൂടുതൽ. നിങ്ങളൊന്ന് ആലോചിക്കണം, കടയിൽ പോയി കരിക്കശയൊക്കെ കുടിച്ചിട്ട് എത്ര രൂപയായിട്ട് 5 പല്ലി. ഷെല്ലിംഗ് എന്ന് പറഞ്ഞ കറൻസി ഉണ്ടല്ലോ, അപ്പൊ പല്ലിംഗ് എന്ന് പറഞ്ഞ കറൻസി ഇറക്കാമേ. പല്ലിയിലൊക്കെ ലജക്ക് മോച്ചക്ക് എന്ന് പറഞ്ഞ കടിച്ച് തിന്നുമാര്. എല്ലാത്തിനും വാലുണ്ട്. ഉമാരെ ആരും പ്രതിരോധിക്കാൻ നോക്കിയില്ല. കണ്ട ഇത്രയും വലിയ പല്ലി ആറാട്ടെണ്ണന്റെ വീട്ടിൽ പോലും ഇല്ല. അല്ല, എന്റെ സംശയം ഇത്രയും പല്ലി ഉമാർക്ക് എന്തിന്? ചൂണ്ടയൊക്കെ ഒരു തെറിഞ്ഞ് ഇനി ചീങ്കണ്ണിയെ പിടിക്കാനാണോ? പല്ലിത്തോല് വെച്ച് പാദരക്ഷ ഉണ്ടാക്കുന്നുണ്ടോ ഏതെങ്കിലും കമ്പനി? ഓരോ പല്ലിക്കും വ്യത്യസ്ത നിറം, വ്യത്യസ്ത ഗുണം, വ്യത്യസ്ത സ്വഭാവം. അടച്ചു വെച്ചേക്കണം ഈ പല്ലീനെ എല്ലാം. ഒരു ഗർഭകാലം കഴിഞ്ഞാൽ പിന്നെ ഗുമസ്താവെന്ന് പറഞ്ഞ് ഗവേഷണത്തിന് ഉപയോഗിക്കും. ഇതൊക്കെ കണ്ട് ഗൗളിശാസ്ത്രം പഠിച്ചോണ്ട് ശാപം കിട്ടിയോണ്ടല്ലോ ജീവിതം ഗോവിന്ദ. ബണ്ണ് ബോണ്ടയിലും മുക്കി തിന്നണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൃഷണസ്ത്രജ്ഞൻ എന്നാണ് ഇവന്റെ വിളിപ്പേര്. വീട്ടിലെ വിളക്കം കത്തിച്ചിരുന്ന് വൃഷണം കരിക്കലാണ് പണി. വേണേ വിദേശവർഗത്തിന്റെ വൃഷണത്തിലും തൊടുവൻ. വല്ല പണിക്കും പോടാ വധൂരി. വ്യത്യസ്തത ഉണ്ടാക്കി ഇറങ്ങിയേക്കണവൻ. യവന്മാരൊക്കെ കാരണം റോഡിൽ പട്ടിക്ക് നിക്കറിട്ടടക്കേണ്ട അവസ്ഥയായി. ചിരിയെ പറയണ്. അയ്യോ, യവനൊക്കെ പേയും പിടിക്കൂലല്ല. നീ സൂക്ഷിച്ചോ, പട്ടി നോക്കി വെച്ചിട്ടുണ്ട് നിന്റെ വൃഷണം നിനക്കതുണ്ടെങ്കിൽ.